കളിമണ്ണ്. ആ പദം ഇതിനോട് ചേരുമെന്നറിയില്ല. എന്തായാലും അവസാനം ഞാനും അത് ഉണ്ടാക്കി. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ കിട്ടിയ ആ സാറ്റിസ്ഫാക്ഷൻ ലെവല് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്റെ വീട്ടിലുള്ള മണ്ണ് ഉപയോഗിച്ച് ഇതേപോലെ ഇത്ര അടിപൊളി ക്ലേ ഉണ്ടാക്കാൻ പറ്റും. കാരണം നമ്മുടെ വീട് കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞാൽ ലാട്രൈറ്റ് സോയിലാണ് കേട്ടോ. അപ്പോ ക്ലേ ഉണ്ടാക്കാനൊന്നും വലുതായിട്ട് യൂസ് ചെയ്യാത്തൊരു മണ്ണാണത്. എന്നാൽ പോലും അവസാനം എനിക്ക് ഇത്രയധികം ക്ലേ ഉണ്ടാക്കാനും പറ്റി. അതുകൂടാതെ അതിൽ നിന്നുണ്ടാക്കിയതാണ് ഈ ട്രിങ്കറ്റ് ഡിഷസ് ഒക്കെ കേട്ടോ. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ആ ക്ലേ മേക്കിംഗ് പ്രോസസ്സിലൂടെ നമുക്കൊന്ന് പോയിട്ട് വരാം അല്ലെ. ശരിക്കും പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ മനുഷ്യന്മാര് ക്ലേ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്തൊക്കെ പാത്രങ്ങളും കളിപ്പാട്ടങ്ങളും അതേപോലെ ശില്പങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ക്ലേ വെച്ചിട്ടാണ്. കേരളത്തിൽ തന്നെ പല ടൈപ്പിലുള്ള സോയിൽസ് ഉണ്ട്. അതില് ഏറ്റവും നല്ല മണ്ണ് കളിമണ്ണാണ്. പക്ഷെ അതെല്ലാ സ്ഥലത്തും കിട്ടണമെന്നില്ല. അപ്പോ നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ. എന്തായാലും ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് കൊടുക്കാം. അതില് നിങ്ങളുടെ പ്ലേസ് എവിടെയാണോ ആ സ്ഥലത്ത് ഏത് സോയിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. മെയിൻ ആയിട്ട് കേരളത്തിൽ കൂടുതലുള്ളത് ലാട്രൈറ്റ് സോയിലും ഹിൽ സോയിലും അതേപോലെ തന്നെ ഫോറസ്റ്റ് സോയിലും ആണ് കേട്ടോ. കോസ്റ്റൽ ഏരിയാസിൽ നിങ്ങൾക്കറിയാലോ കൂടുതലും സാൻഡി സോയിൽസ് ആയിരിക്കും. അവിടെ നമുക്ക് ക്ലേ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര വിജയിക്കുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷെ ബാക്കി അധിക സ്ഥലത്തൊന്നും നമുക്ക് ക്ലേ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സോയിൽസ് ആണ്. പിന്നെ ഫോറസ്റ്റ് ആൻഡ് ഹിൽ ഏരിയാസിലുള്ളവര് നിങ്ങൾ ഒരിക്കലും ടോപ്പ് സോയിൽ എടുക്കാൻ പാടില്ല. കുറച്ച് അടിയിലേക്ക് കുഴിച്ചെടുത്തതിന് ശേഷം വേണം എടുക്കാൻ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് സോയിൽ അധികം ലിവിങ് ആയിരിക്കും. നമ്മുടെ ഈ ഇലകളും വേരുകളും അതേപോലെ ചെറിയ ചെറിയ ഇൻസെക്ട്സും പിന്നെ ഹ്യൂമസും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് ഫോറസ്റ്റ് ഏരിയാസിലുള്ള ടോപ്പ് സോയിൽ. അപ്പോൾ നമുക്ക് കുറച്ച് കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാൻ ചാൻസ് ഉണ്ട്. എവിടെ വരെ കുഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം യെല്ലോ, ഗ്രേ, വൈറ്റ്, റെഡിഷ് ഈ ഒരു കളറിലുള്ള സോയിൽസ് കിട്ടുന്ന വരെ വേണം നിങ്ങൾ കുഴിച്ചെടുക്കാൻ. ഇനി നിങ്ങൾക്ക് ഏത് സ്ഥലമാണ് എന്നുള്ളത് കൺഫ്യൂഷൻ ആണെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിന് സ്റ്റിക്കി നേച്ചർ കൂടുതലുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ സാമ്പിൾ ആയിട്ട് കുറച്ച് മണ്ണെടുക്കുക. മണ്ണ് കുഴച്ച് പാമ്പിന് ഉണ്ടാക്കില്ലേ, മീൻസ് ഒരു കോയിൽ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക. അത് ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് ആവുകയാണെങ്കിൽ ആ സോയിൽ നമുക്ക് ക്ലേ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ബ്രേക്ക് ആവാതെ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് നമുക്ക് ക്ലേ ഉണ്ടാക്കാം. ആദ്യം തന്നെ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കാരണം കുറെ നാള് ഒരു മൂലയ്ക്ക് വെച്ചിരുന്ന ഒരു ബക്കറ്റിലാണ് ഈ ഒരു സോയിൽ ഇരിക്കുന്നത് കേട്ടോ. അതിന്റെ ഉള്ളിൽ വല്ല ജീവികൾ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ മൊത്തത്തിൽ ചളിയായി കഴിഞ്ഞാൽ നഖത്തിന്റെ ഉള്ളിലൊക്കെ കയറുന്നുള്ള പ്രശ്നം കൂടെ ഉണ്ട്. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ എപ്പോഴും ബെറ്റർ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. കാരണം എന്ത് തരത്തിലുള്ള മണ്ണാണ് നമ്മുടെ കൈ കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആദ്യം തന്നെ ഒരു ചിരട്ട എടുത്തിട്ട് നമുക്ക് വേണ്ട അത്രയും മണ്ണ് ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൽ നന്നായിട്ട് വെള്ളം നിറച്ചോളൂ. ആദ്യം തന്നെ നിറയുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം മണ്ണിന്റെ അടിയിലേക്ക് വെള്ളം ഇറങ്ങുമ്പോൾ ആ ഒരു എയർ ബബിൾസ് പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്തോ ജീവനുള്ളത് ഇരിക്കുന്ന പോലെ തോന്നും. അതിനുശേഷം എന്റെ കയ്യിൽ ഓൾറെഡി നമ്മുടെ സിമെന്റ് തേക്കുന്ന തേപ്പ് കത്തി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കോലൊന്നും എടുക്കാൻ നിന്നില്ല. അത് വെച്ച് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തു. അതിനുശേഷം കുറച്ചുകൂടി വെള്ളം ഫിൽ ചെയ്തെടുത്തു. എന്നിട്ട് നന്നായിട്ട് അതിലുള്ള കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഞാൻ വന്നു നോക്കിയപ്പം ഇതേപോലെ മേലെ കുറച്ച് പാട പോലെ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ തന്നെ ഞാനത് ഒരു മഗ് എടുത്തിട്ട് കോരി കളഞ്ഞു കേട്ടോ. ഇനിയാണ് നമ്മൾ ഫസ്റ്റത്തെ ഫിൽട്രേഷൻ ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ എടുത്തത് ഒരു പഴയ തോർത്താണ് കേട്ടോ. വീട്ടിലാരും യൂസ് ചെയ്യാത്തത് എടുക്കുകയാണെങ്കിൽ ചീത്തയാക്കാതെ രക്ഷപ്പെടാം. അങ്ങനെ തോർത്ത് ബക്കറ്റിന്റെ മേലെ ഒരു കയർ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് അത് താഴെ വീഴാണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റും. നല്ല വെള്ള തോർത്തിട്ട് ചളി കോരി ഒഴിക്കുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. നമ്മളെന്തായാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ വലിയ കുഴപ്പമില്ല അല്ലേ. ഓരോ പ്രാവശ്യം ചെളി ഒഴിക്കുന്നോറും ഞാൻ വിചാരിച്ചത് അത് താനെ ഇറങ്ങി പോയിക്കോളുന്നാണ് കേട്ടോ. പക്ഷെ നമ്മൾ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്താലേ വെള്ളമൊക്കെ താഴോട്ട് പോകുള്ളൂ. പിന്നെ എന്നെ അതിശയിപ്പിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പൊടിയാക്കി വെച്ചിരിക്കുന്ന മണ്ണായിരുന്നു. അതിലെങ്ങനെ ഇത്രയും കല്ല് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ, ഒരു തരി പോലും പോണ്ടാന്ന് വിചാരിച്ചിട്ട് ആ തോർത്തിലുള്ള മണ്ണും കൂടെ വെള്ളം ഒഴിച്ചിട്ട് താഴേക്ക് എന്നെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്തായാലും സോയിലിന്റെ പ്യൂറസ്റ്റ് ഫോമാണ് താഴോട്ടേക്ക് പോകുന്നതെന്നുള്ള സന്തോഷം എനിക്ക് അപ്പൊ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ പതിയെ സാവധാനം കെട്ടൊക്കെ അഴിച്ചതിന് ശേഷം ഇതേപോലെ എടുത്തു മാറ്റാട്ടോ. ഇനി നമ്മൾ ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് ഈ വെള്ളം അനക്കാൻ പാടില്ല. എനിക്ക് 2-3 മണിക്കൂറിൽ ഇത് എടുത്തു നോക്കാൻ പറ്റാത്തോണ്ട് തന്നെ പിറ്റേ ദിവസമാണ് ഞാൻ ഇത് നോക്കാൻ ചെല്ലുന്നത് കേട്ടോ. അപ്പോഴേക്കും നല്ല ക്ലിയർ വാട്ടർ ആയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ആ ഒരു ആവേശത്തിൽ ഞാൻ കപ്പെടുത്ത് മുക്കിയതേ ഓർമ്മയുള്ളൂ. അടിയിലുള്ള ചെളിയൊക്കെ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ലോ ആയിട്ട് ചെയ്യണം. എത്രത്തോളം സ്ലോ ആയിട്ട് ചെയ്യുന്നോ അത്രത്തോളം ക്ലേ നിങ്ങൾക്ക് പോവാതെ കിട്ടും. അങ്ങനെ കുറച്ചൊന്ന് വെള്ളം കളഞ്ഞെടുത്തപ്പോഴേക്കും ഏകദേശം ഒന്ന് കലങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു തോർത്തെടുത്ത് മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞു കളയാം. പക്ഷെ അതെനിക്ക് അത്ര അങ്ങ് വർക്കൗട്ട് ആയില്ല കേട്ടോ. കാരണം തോർത്തിന്റെ അവിടെ ഇവിടെയൊക്കെ ചെളിയിൽ പറ്റിയിട്ട് പിന്നെയും കലങ്ങാണ് ചെയ്തത്. പിന്നെ എന്റെ കയ്യിൽ പഴയ ഒരു സ്പഞ്ച് കിടക്കുന്നുണ്ടായിരുന്നു. അതെടുത്തിട്ട് കുറച്ചൊന്ന് എടുക്കാൻ നോക്കി. പക്ഷെ ഓൾറെഡി വെള്ളം കലങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ബക്കറ്റ് എടുത്ത് ഇതേപോലെ മതിൽ നിന്ന് ചാരി വെച്ചു കൊടുത്തു. അതൊന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു 1 hour കൊടുത്തു കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇതേപോലെ സെറ്റിൽ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ തൊടുന്ന സമയത്ത് ചെളി ഇങ്ങനെ പോരുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി ഒക്കെ ഒന്ന് വെള്ളം കളഞ്ഞാലല്ലേ നമുക്ക് അടുത്ത പ്രോസസ്സ് ഈസി ആവുള്ളൂ. അതുകൊണ്ട് ഞാൻ നല്ല ക്ഷമയോട് കൂടിയിട്ട് കുറച്ച് വെള്ളം മുക്കി കളയാണ് കേട്ടോ. അപ്പൊ കപ്പ നടക്കാതായപ്പോ വീണ്ടും ഞാൻ സ്പഞ്ച് എടുത്തിട്ട് വന്നു കേട്ടോ. അതിൽ 2-3 പ്രാവശ്യം ഇതേപോലെ എടുത്തതിന് ശേഷം ഇങ്ങനെ ചളി വന്നിട്ട് അതിന്റെ മുകളിൽ പറ്റി. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോപ്പിംഗ് പോയിന്റ്. ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ ടൈമായി. അപ്പോ അതിനുള്ളിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ചെളിയൊക്കെ ഒന്ന് ഞാൻ ഇളക്കി ഒന്ന് കലക്കി എടുത്തു കേട്ടോ. എന്നിട്ട് ഈ പ്രാവശ്യം തോർത്തിന് പകരം ഞാൻ എടുത്തത് നല്ല കട്ടിയുള്ള കോട്ടൺ ക്ലോത്ത് ആണ്. കട്ടിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ തുണീന്റെ നൂലുകൾ തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്ന നല്ല കട്ടിയുള്ള തുണി അത് ഇതേപോലെ ബക്കറ്റിൽ വെച്ചൊന്ന് ടൈറ്റ് ആയിട്ട് കെട്ടിക്കൊടുക്കണം. കാരണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് താഴത്തേക്ക് വീണു പോകാൻ പാടില്ല. അപ്പൊ ഞാൻ ആദ്യം കെട്ടിയത് കുറച്ച് ടൈറ്റ് ആയിട്ട് മേലേക്കാണ് ഇരുന്നത്. അതുകൊണ്ട് അതൊന്ന് അഴിച്ച് താഴേക്ക് കെട്ടിക്കൊടുത്തു. ഇപ്പൊ നമുക്ക് ഈ ഒരു ചെളിവെള്ളം മുഴുവൻ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഒരു തരി പോലും വിടാതെ എല്ലാം ഞാൻ വടിച്ചെടുത്തിട്ട് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വിട്ടു. ഏകദേശം 1-2 മണിക്കൂറിന് ശേഷം വന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. അങ്ങനെ പതിയെ ഞാനത് കെട്ടൊക്കെ ഒന്ന് അഴിച്ചെടുക്കാൻ നോക്കിയപ്പോഴേക്കും പെട്ടെന്ന് അത് വീഴാൻ പോയിട്ടോ. ഞാൻ വിചാരിച്ചു ഇത്രയും നേരം കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോവോന്ന്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഞാൻ പിടിച്ചെടുത്ത് ഇതേപോലെ ഒന്ന് കിഴി കെട്ടി വെച്ചു. അപ്പൊ ഇത്രയും വെള്ളം അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നല്ല ക്ലിയർ വാട്ടർ. ഇനി നമുക്ക് ഇത് വല്ല മരത്തിലെങ്ങാനും കിഴി കെട്ടി തൂക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒരു കട്ടിയുള്ള ക്ലോത്തിന്റെ മേലെ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചു കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബാക്കിയുള്ള മോയ്സ്ചറും വെള്ളവും ഒക്കെ ഒന്ന് വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ഞാൻ വന്നു നോക്കുമ്പോൾ ഏകദേശം ഈ ഒരു ടെക്സ്ചറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നി ഇതൊന്ന് വിരിച്ചു വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റുന്നു. പിന്നെ ഓൾറെഡി വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ എന്തായാലും വെയിലൊന്നും ഞാൻ കൊള്ളിച്ചിട്ടില്ല കേട്ടോ. ഇതേപോലെ തുറന്ന് തന്നെ അകത്തേക്ക് എടുത്തു വെച്ചു. പിറ്റേ ദിവസം ഏകദേശം 1 മണിയൊക്കെ ആയ സമയത്ത് ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലോത്ത് ഇതേപോലെ ഒന്ന് വിട്ടു വരുന്ന പരുവാകുമ്പോൾ അതെല്ലാം കൂടെ എടുത്ത് കൂട്ടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചു കൊടുക്കണം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലേന്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പുറത്തു പോയിട്ട് എല്ലാ ക്ലേയും കൂടെ ഒന്നിച്ച് കട്ടായിട്ട് ഇരിക്കാനാണ് കേട്ടോ. എയർ ബബിൾസ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ആവാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പൊ നന്നായിട്ട് കുഴക്കും തോറും നിങ്ങളുടെ ക്ലേ നന്നാവാനാണ് ചാൻസ് ഉള്ളത്. അങ്ങനെ കുഴച്ച് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് ആക്കി എടുത്തു കേട്ടോ. അത്രയും മണ്ണ് നിന്ന് ഇത്രയും ക്ലേ ഉണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 കിലോളം വരുന്ന ഒരു കട്ടയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ വരും ദിവസങ്ങളിലായിട്ട് ഈ ക്ലേ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ക്രാഫ്റ്റുകളൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുഴയ്ക്കാൻ ഗ്ലൗസ് ഇട്ടിട്ട് ശരിയാവാത്തതുകൊണ്ട് അവസാനം കൈ വെച്ച് തന്നെ കുഴച്ചിട്ടാണ് കേട്ടോ എടുത്തത്. അതുകൊണ്ടാണ് കൈയൊക്കെ ഈ കോലത്തിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയ ഈ ട്രിങ്കറ്റ് ഡിഷ് നിങ്ങൾ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? വിചാരിക്കുന്ന പോലെയൊന്നല്ല, ഇതിന് നല്ല ഉറപ്പാണ് കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട്. പക്ഷെ സൈഡൊന്നും പൊട്ടിപ്പോവേ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇതിന്റെ നാച്ചുറൽ കളറിൽ തന്നെ ഇത് കാണാനാണ് കേട്ടോ ഭംഗി കൂടുതൽ. ഇതിനി കളർ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് ഞാനൊന്ന് തീരുമാനിക്കണം. അപ്പോൾ ക്ലേന്റെ ടെക്സ്ചറും കാര്യങ്ങളും ഒക്കെ അടിപൊളി തന്നെയാണ്. പക്ഷേ ലാറ്ററൈറ്റ് സോയിൽ ആയതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ. ചെറിയ രീതിയിലുള്ള ഒരു തരിതരി പോലത്തെ ഒരു സംഭവം ക്ലേന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെർഫെക്റ്റ് ക്ലേ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതിൽ വെച്ച് ഓക്കെ ആയിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കുള്ള കളിമണ്ണോ അതിനോട് സാമ്യമുള്ള ഏതെങ്കിലും തരത്തിലുള്ള മണ്ണോ കിട്ടുകയാണെങ്കിൽ അതിന്റെ പ്രോസസ്സിംഗ് വീഡിയോയും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം. പിന്നെ ഇതേപോലത്തെ വീഡിയോസിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തു വെച്ചോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.